ഹായ് ഗൈസ്, അപ്പൊ പുതിയൊരു യൂട്യൂബ് ബ്ലോഗിലേക്ക് സ്വാഗതം ട്ടോ. ഇപ്പൊ നമ്മള് ഇത്രയും ഒരുങ്ങി കെട്ടി സർവാഭരണ വിഭൂഷിതയായിട്ട് പോണത് എവിടേക്കാന്ന് വെച്ചാൽ ഒരു ചെറിയൊരു ഫോട്ടോഷൂട്ട്, അതായത് ഒരു ചെറിയൊരു ഫോട്ടോയും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ്. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, വെറുതെ. അപ്പൊ നമ്മൾ വന്നിട്ടുള്ളത് ഭയങ്കര അടിപൊളിയായിട്ടുള്ള സ്ഥലത്തേക്കാണ് കേട്ടോ. പുള്ളിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്. പാടൊക്കെ ഏകദേശമൊക്കെ കുറെയൊക്കെ കൊയ്ത് ഇറക്കിയിട്ടുണ്ട്. അപ്പൊ ഉള്ള പാടത്ത് വെച്ച് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാന്ന് വിചാരിച്ചിട്ട് രാവിലെ എന്നതാ ഇവനെയും വിളിച്ചെണീപ്പിച്ച് നീ കിടന്നുറങ്ങിയിട്ടില്ല, അവളെയും വിളിച്ചെണീപ്പിച്ചിട്ട് അപ്പൊ നമ്മള് പോവാണ് കേട്ടോ. അപ്പൊ എന്റെ ഫോട്ടോഗ്രാഫറൊക്കെ ഓൾറെഡി എത്തിയിട്ടുണ്ട്. ഞാനാണ് ലേറ്റ് ആയിട്ട് പോണത്. സൂര്യന്റെ പാട് നോക്കി പോയിട്ടുണ്ട് കേട്ടോ. പാടത്ത് സൂര്യനൊന്നും ഉണ്ടാവില്ല, നട്ടപ്പുറം വെയിലും മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാ എനിക്ക് തോന്നണേ. അപ്പൊ ബാക്കി വിശേഷങ്ങളൊക്കെ അവിടെ എത്തിയതിനു ശേഷം കാണിച്ചു തരാം കേട്ടോ. പുള്ളു പാടത്ത് നമ്മൾ പോണ വഴിയിലൊക്കെ താമരയൊക്കെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇപ്പുറത്തല്ല, അപ്പുറത്തെ പാടത്ത് കുറേ അധികം താമരപ്പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പം ദാ കാണുന്ന ഈ അമ്പലത്തിനോട് ചേർന്നിട്ടുള്ള വീടാണ് മഞ്ജു വാര്യരുടെ വീട്. ദാ ഈ കാണുന്ന വീട്, അതാ ഈ വീടാണ് കേട്ടോ മഞ്ജു വാര്യരുടെ വീട് പറഞ്ഞത്. താമരപ്പാടത്തിന്റെ അവിടുത്തെ അവിടെയുള്ള പാടത്തുണ്ടല്ലോ ഇറങ്ങാൻ പാടില്ല എന്നാ പറഞ്ഞിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മള് വേറെ പാടം നോക്കിയിട്ട് പോവാണ്. ഉറങ്ങി കിടക്കണ്ടായിരുന്നു അവള്, എഴുന്നേറ്റ് കുത്തിയിരിപ്പുണ്ട്. മഞ്ഞ വിളിച്ച മുഖത്തേക്ക് അടിക്കുന്നു അവനതുകൊണ്ട് ഷെയ്ഡൊക്കെ ഇറക്കി വെച്ചിട്ട് ആണ് കേട്ടോ വണ്ടി ഓടിക്കുന്നത്. സൂര്യന്റെ പ്രകാശമൊക്കെ നല്ലോണം വന്നു തുടങ്ങിയിട്ടുണ്ട്. കാരണം സൂര്യൻ നമ്മുടെ നട്ടപ്പുറ ഉച്ചയിലെത്താനായിട്ടുണ്ട്. ഇപ്പൊ സമയം എത്രയായി? സമയ 8:21. അപ്പൊ ദാ ഇവരാണ് കേട്ടോ നമ്മുടെ ഫോട്ടോവും കാര്യങ്ങളൊക്കെ എടുക്കാൻ പോണേ. നമ്മള് പകുതി വഴി എത്തിയിട്ട് വഴി അങ്ങടാണോ ഇങ്ങടാണോ നോക്കിയിട്ട് നിക്കായിരുന്നു. അപ്പൊ ആ വഴി കാണിച്ചു തന്നിട്ടുണ്ട്. അവര് ആ വഴിക്ക് കൂടെ അങ്ങോട്ട് പോണുണ്ട് കേട്ടോ. അപ്പൊ പിന്നെ അവരുടെ പിന്നാലെ അങ്ങോട്ട് പിടിച്ച് പോവാം. പാടം, പച്ചപ്പ്, തെങ്ങ്, പശുമ്പ. പശുമ്പ അല്ലടി, അതാരത്? അവിടെ കണ്ടത് പശു. നമ്മൾ വരമ്പ് തപ്പി ഇറങ്ങി. നമുക്കിപ്പോ 2 വരമ്പ് കിട്ടി. അതും പോയി അവർക്ക് കൂടുതൽ വേണമെന്നാണ് പറയുന്നത്. ഓ അങ്ങനെ എവിടെയില്ലേ? അല്ലേ? ഓ അത് വെള്ളം പോണതല്ലേ? വാഴത്തോട്ടം. ഇതാണ് ഗൈസ് പെൺഭൂതം. ഇവളാണ് നമ്മുടെ വീട്ടിലെ ഭൂതം ഗൈസ്. ഭൂതം ബോസ്. ഞങ്ങൾ വന്നത് വളരെ നേരത്തെ ആയതുകൊണ്ടും സൂര്യൻ ഉച്ചയിൽ അടിക്കുന്നതുകൊണ്ടും ഇവിടെ ഭയങ്കര വെയിലായതുകൊണ്ടും ലൊക്കേഷൻ ഞങ്ങൾ ഷിഫ്റ്റ് ചെയ്യാണ്. അല്ല കുഞ്ഞു, എവിടെ? വാഴത്തോട്ടത്തിന്റെ ഉള്ളില് വീഡിയോ എടുക്കാൻ വേണ്ടിട്ട്. അത് നിന്റെ വീഡിയോ അല്ലല്ലോ, എന്റെ വീഡിയോ അല്ലേ? പവിത്രം വെച്ച വാഴ. കൊലച്ചേക്കണ്. ഇന്ന് ഉണ്ണിയുടെ വകയാണ് നമുക്ക് ഫുൾ ചെലവ്. ഇന്ന് ഉണ്ണി ഫുഡൊക്കെ മേടിച്ചരാന്ന് പറഞ്ഞിട്ടുണ്ട്. അടിപൊളി കുഞ്ഞു ആസ്തറ്റിക് ആയിട്ടില്ല, കമ്മല് പൂവൊക്കെ വെച്ചിട്ട്. പിന്നെ രസമുണ്ട്. പാടത്ത് എല്ലായിടത്തും കൊയ്ത്തായ കാരണം പച്ചപ്പൊന്നുമില്ല. എല്ലായിടത്തും നെല്ലൊക്കെ ഉണ്ടായി നിൽക്കണ കാരണം അവിടേക്ക് ഇറങ്ങാനായിട്ട്, വരമ്പത്ത് ഇറങ്ങാൻ കുഴപ്പമില്ല, പക്ഷെ ഇവിടേക്ക് ഇങ്ങനെ ഇറങ്ങാനായിട്ട് അവർ സമ്മതിക്കണില്ല. കാരണം നെല്ലുള്ള കാരണം ചവിട്ടി കഴിഞ്ഞാൽ നെല്ല് പൊട്ടിപ്പോവും എന്ന് പറഞ്ഞിട്ട്.
എല്ലാവരും പറയും പെൺകുട്ടികളുടെ കാല് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ വൃത്തിയും സൗന്ദര്യമൊക്കെ അറിയാമെന്ന്. എൻ്റെ ഈ കാല് കണ്ടിട്ട് പറയൂ നല്ല സൗന്ദര്യമുള്ള കാലുകളല്ലേ. അയ്യോ ഇപ്പം എന്തൊരു സ്നേഹം കാണാൻ വീട്ടിലെത്തുമ്പോ. ആ ആ ആ സ്നേഹമല്ലായിരുന്നല്ലോ അത്. ഉണ്ണി മറ്റേ സാധനം പെങ്ങളെ കെട്ടിയ സ്ത്രീധന സെളിയാവും സെളിയാവും. കഷ്ടപ്പാട് ഓഫ് ദി മന്ത്. വയസ്സ് 28 പഴയ പോലെ കാലും കൈയൊന്നും മറക്കേണ്ടില്ല. നല്ല വൈബ്. അവരെങ്ങനെ പാക്കപ്പ് പറഞ്ഞ് അവരും പോവാണ്. നമ്മളും കാറിൽ കയറി നമ്മളും പോവാണ്. ഒടുക്കത്തെ വെയിലാണ് കേട്ടോ, ഭയങ്കര വെയിലാ, മുടിഞ്ഞ വെയില്. അമ്മേ നമ്മളിനി എങ്ങോട്ടാ പോകുന്നിടോറാ? എങ്ങോട്ടെങ്കിലും പോകണ്ടോറാ. നമ്മളിവിടെ എന്തായാലും പുള്ളു വന്നു. അപ്പൊ പിന്നെ ഷാപ്പിലെ കുറച്ച് കറികൾ കഴിക്കാതെ എങ്ങനെയാ പോകുന്നേ? അപ്പൊ കുറച്ച് കറിയും കാര്യങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടിട്ട് നമ്മളിവിടെ അടുത്തുള്ള ഷാപ്പിൽ പോവാണ് കേട്ടാ. നമ്മള് ഷാപ്പിന്റെ അവിടെ എത്തിയതാ. പക്ഷെ ഷാപ്പ് നോക്കുമ്പോ പൂട്ടിയിട്ടേക്കാ. അപ്പൊ ഒന്ന് ജസ്റ്റ് വിളിച്ചു നോക്കാന്ന് വിചാരിച്ചിട്ട് എസ്പേറിനെ വിളിച്ചോണ്ടിരിക്കാണ്. എടുക്കാവോ? ഇതെന്തിനല്ലാമ എപ്പോഴും ആ കാറ് ഗോറ്റി പോകാം. എടുക്കണില്ല, ഇന്ന് സൺഡേ അല്ലേ. കുഞ്ഞൊരു കാര്യം ചെയ്യാൻ ഇറങ്ങിയിട്ട് അപ്പുറത്തെ കടയത്തെ ചേച്ചോട് ചോദിച്ചു. ഇപ്പുറത്തെ ആ കള്ള് ഷാപ്പ് തുറക്കില്ലേ. അൺഭാഗ്യവശാൽ ആ സാധനം ക്ലോസ്ഡ് ആണ്. അപ്പൊ നമുക്ക് ആ താമരപ്പാടത്തിന്റെ അവിടെ വേറെ ഒരു ഷാപ്പ് ഉണ്ട്, അവിടേക്കൊന്ന് പോയി നോക്കാം. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് അവിടേക്ക് പോണേ. ഇവിടുത്തെ കറികളൊക്കെ നല്ല ടേസ്റ്റാ കഴിക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് വലിയ ഹൈപ്പ്, അതായത് വലിയ എന്താ പറയാ, അഫോർഡബിൾ ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ള കറികളും കാര്യങ്ങളൊക്കെ. വലിയ പ്രൈസും കാര്യങ്ങളൊന്നും എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഇപ്പൊ പോണ ഷാപ്പിൽ എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല. കുണ്ടോളിക്കടവിലത്തെ കറികൾ ഞാനന്ന് കഴിച്ചിട്ട് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോവാത്തെ. അത് തുറന്നിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ നമുക്ക് പുള്ള് താമരപ്പാടത്തിന്റെ അവിടത്തുള്ള ഷാപ്പിലൊന്ന് പോയി നോക്കാം. വി സക്സസ്ഫുള്ളി റീച്ച്ഡ് അവർ ഡെസ്റ്റിനേഷൻ. ഇതാണ് നമ്മൾ പറഞ്ഞ ഷോപ്പ്. ഇവിടെ ലേഡീസിനെയൊക്കെ കാണാനുണ്ട്. ഇനിയിപ്പോൾ എങ്ങനെ എന്താണെന്ന് അറിയില്ല, പോയി നോക്കാം. ഷാപ്പ് ഓപ്പൺ അല്ലേ? അവിടെ പോയി നോക്കേണ്ടി വരും. ആബി ചെല്ലുന്നവൻ പാതാളം എന്നാണല്ലോ, പാതാളം പോലെ തന്നെ നമ്മൾ പോയപ്പോൾ ഷാപ്പ് എല്ലാം എന്തോ സമരത്തിലാണ് ഇത്ര. അതുകൊണ്ട് അവര് അവിടെ കള്ളൊന്നും കിട്ടില്ല, കറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിതാ കറിയും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ മീൻകറി മേടിച്ചിട്ടുണ്ട്, പിന്നെ ഞണ്ട് മേടിച്ചിട്ടുണ്ട്, ഇതെന്തായിരുന്നു താറാവ് മേടിച്ചിട്ടുണ്ട്, കൊള്ളി മേടിച്ചിട്ടുണ്ട്, പിന്നെ നമ്മൾ കള്ളപ്പം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കള്ളപ്പം കൂടി കിട്ടും. ഇതിൽ നല്ല അടിപൊളിയായിട്ടുള്ള താമരപ്പാടാണ് ഇതാ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത്. താമരയൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ബാക്ക്ഗ്രൗണ്ടിൽ ഇരുന്നിട്ടാണ് നമ്മൾ ഇത്രയും അടിപൊളിയായിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാനായിട്ട് പോണത്. കറികളൊക്കെ കാണാനായിട്ട് അടിപൊളിയാണ് കേട്ടോ. നല്ല കളർഫുൾ ആയിട്ടാണ് കറികളൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ്
ഞണ്ടൊക്കെയാണ് മീൻകറി. ആ ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ പാളൂന്ന് വിചാരിച്ചിട്ട് വന്ന്, പക്ഷെ നല്ല കറികളൊക്കെ ആയിരുന്നു കേട്ടോ. മീൻകറി നല്ല ടേസ്റ്റ്. മീൻകറി നല്ല ടേസ്റ്റ്. നീ അവിടെ പോയിട്ട് ചോദിച്ചോക്ക് വല്ല പ്ലേറ്റ്. ആ ചേട്ടൻ മാത്രമേ ഉള്ളൂ തോന്നുന്നു, ഒരു ചേട്ടനുള്ളൂ. ആ ചേട്ടൻ തന്നെ ഇങ്ങനെ ഓടി നടക്കുക. അപ്പം നമ്മളവിടെ പോയിട്ട് പ്ലേറ്റ് ചോദിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. അല്ലി കുഞ്ചു ഇഷ്ടമുണ്ട് പൊടിക്കൊള്ളി. അങ്ങനെ കൊള്ളിയൊക്കെ ശ്രദ്ധ കൊടുത്തു. ബാക്കിയുണ്ടെങ്കിൽ ഒക്കെ വീട്ടിലേക്ക് താക്കിയത് കൊണ്ടുപോകാം അമ്മയ്ക്ക്. പാവ സ്വത്തിനും അച്ഛൻ്റെ കാല് വയ്യാതെ കാരണം അച്ഛനും അമ്മേനെയും കൂട്ടാഞ്ഞ, ഇല്ലെങ്കിൽ അവരും കൂടി വന്നെങ്കിൽ നമുക്ക് ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യായിരുന്നു. വട്ടയപ്പൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇത് താറാവ്. താറാവ് കുട്ടി താറാവേ. ഒരു കാര്യം ചെയ്യുന്നിട്ട് ഈ പ്ലേറ്റിൽ നീ കഴിച്ചോ? കുഞ്ഞു താറാവ്. നാളെ ഇത് നടുക്ക് വയ്ക്കും. കുഞ്ഞുടെ ഇത്ര നീങ്ങാൻ പറ്റുള്ളൂ. അവള് മാക്സിമം നീങ്ങിയിരിക്കണം. ടേസ്റ്റ് ഉണ്ടല്ലേ? അമ്മേനെ വിളിച്ചു നോക്കാം, അമ്മയ്ക്ക് എന്തിട്ട് വേണ്ടിയത്. ഈ താറാവിൻ്റെ സ്കിൻ കളയില്ലല്ലേ ശരിക്കും? താറാവിൻ്റെ സ്കിന്ന് ശരിക്കും കളയില്ല. ഒരു ദിവസം ഇവന് മജീഷാനും കൂടിയിട്ട് വീട്ടിലേക്ക് താറാവ് മേടിച്ചോണ്ടു. താറാവ് സ്കിന്ന് കളയാതെ മേടിച്ചോണ്ടു. അപ്പോൾ അമ്മ എന്നോട് ചോദിച്ചു, ഇത് തൊലിയുണ്ടല്ലോ, എന്നിട്ട് ചെയ്യണ്ടേ പറിച്ചതായിട്ട് ചോദിച്ചു. ഇവന് മനഃപൂർവ്വം സ്കിന്നോട് കൂടിയിട്ട് മേടിച്ചോണ്ടതാ. ഞാനും അമ്മയും കൂടി ഇരുന്ന് അതുമത്തെ സ്കിന്നെല്ലാം തൊലി പൊളിച്ചെടുത്തിട്ട് അതൊക്കെ കളഞ്ഞു, കഴുകി വാഷ് ചെയ്തെല്ലാം കുട്ടപ്പനാക്കി കൊണ്ടുവന്നിട്ട് അതുമ്പോ തൊലിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഞങ്ങൾ കളഞ്ഞു എന്ന് പറഞ്ഞപ്പോ ഇവര് രണ്ടുപേരും കളഞ്ഞ. തൊലിയിലാണ് അതിന്റെ ഇതുണ്ടാവുക, അതിന്റെ ടേസ്റ്റിൽ അതിന്റെ ഗുണങ്ങൾ. നെയ്യ് ഫുഡ് എന്തായാലും നല്ല യമ്മിയാണ് കേട്ടോ. അപ്പോൾ ആരെങ്കിലും പുള്ളി സൈഡൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ നിന്ന് പുള്ളുപാടം കളേഷാപ്പല്ലേ, താമരപ്പാടം കളേഷാപ്പ്, അവിടെ നിന്ന് കഴിച്ചു നോക്കിട്ടാ, നല്ല ടേസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ മറ്റേത് അതുപോലെ തന്നെ പുള്ളിൻ്റെ പാടത്തിൻ്റെ ഉള്ളിൽ ഒരു ഷാപ്പുണ്ട്, അവിടുത്തെ ഫുഡ് നല്ലതാണ്. ഞങ്ങൾക്ക് മീൻ മുട്ട കഴിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ ഇവിടെ മീൻ മുട്ട എത്തിയിട്ടില്ല. എത്തുമ്പോൾ കുറച്ച് ലേറ്റ് ആവുമെന്നാണ് പറഞ്ഞത്. മീൻകറി നല്ല ഏതോ കഷ്ണ മീനാണ്, നല്ല കളർഫുള്ളായിട്ടുള്ള മീൻ, വെട്ടുമീൻ, അതും പുള്ളി. തിന്നുകൊണ്ടേയിരിക്കും. രാവിലെ കൊള്ളാം. തക്കാളി വെച്ച് ബാക്കിയല്ല ഞാൻ തിന്നു. ആ തക്കാളിയല്ലേ ഞാൻ തിന്നു. കൊള്ളി മീൻ നല്ല രസമുണ്ടല്ലേ. അപ്പൊ ഈ വാങ്ങിയ ഫുഡൊക്കെ ഞങ്ങൾ തിന്ന് തീർക്കട്ടെ കേട്ടോ. അതെ, ഇനി നിങ്ങളത് കണ്ടുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പല ഭാവവ്യത്യാസങ്ങളും ഞങ്ങളുടെ മുഖത്ത് മിന്നി മാറുന്നത് കാണേണ്ടി വരും. കുഞ്ഞൊക്കെ ഉണ്ടല്ലോ, ഞണ്ട് തിന്നാൻ തുടങ്ങിയാണ്ടല്ലോ. ഏകദേശം എരിഞ്ഞും എരിവ് വിളിച്ചൊക്കെ നമ്മളെ ഒരുവിധമൊക്കെ കഴിച്ച്. പക്ഷേ കുടിക്കുമ്പോൾ കുഴപ്പമില്ല, എരിവ്. അതെ, ടൈമൊക്കെ കുടിക്കുമ്പോൾ പ്രശ്നമില്ല. കുഞ്ഞൊക്കെ അതേ ഞണ്ടിൻ്റെ പാത്രമൊക്കെ കാലിയാക്കിയിട്ടുണ്ട്. താറാവിൻ്റെ പാത്രം നമ്മൾ ആദ്യമേ കാലിയാക്കിയിട്ട് അതിൽ വേസ്റ്റൊക്കെ ഇട്ടു. കൊള്ളി നമ്മൾ രണ്ടാമത് മേടിച്ചത് തിന്ന് തീരാനായിക്കണു. ഇതാണ് നമ്മൾ തിന്ന പാത്രത്തിൻ്റെ അവസ്ഥ.
അടിപൊളിയായിട്ട് എല്ലാ സാധനങ്ങളും, അതെ എല്ലാ സാധനങ്ങളും അതെ നല്ല രുചി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ലോണം കഴിച്ചു. പെട്ടെന്ന് കഴിഞ്ഞു. നല്ല ടേസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാം അപ്പഴേ വെച്ച് ഫിനിഷ്. അതെ, ഇവനാണെങ്കിൽ എരിവുള്ള സാധനങ്ങൾ കഴിക്കുമ്പോ കണ്ണിന്റെ അടിയില് കിടുകിടോ അത് വിറയ്ക്കും. ഏത് കണ്ണില്? വാ ഇപ്പൊ കാണാനില്ല. ഉണ്ട് ഇതില് ക്യാമറയില് കാണാണ്ടോന്നില്ല. കാണാണ്ടോന്ന് എനിക്കറിയില്ല. പക്ഷെ നമ്മള് നേരിട്ട് നോക്കുമ്പോ അവന്റെ കണ്ണിന്റെ അടിവശത്ത് ഇങ്ങനെ ഒരു പെടപ്പ്, കുറച്ച് പെടപ്പ് കൂടുതലാണ്. എരിവ് സഹിക്കാൻ വയ്യാണ്ട് നമ്മളിതാ ഒരു മിനറൽ വാട്ടറും വാങ്ങിയിട്ട് ലെയിമും മേടിച്ചിട്ടുണ്ട് കേട്ടോ. കഴിച്ചോ? എനിക്ക് മതി. അതെ, ഒരു പീസ് ഞണ്ടാ പാത്രത്തിലുണ്ട്. കഴിച്ചോ? അത് ഞണ്ടാന്ന് പറഞ്ഞ കുഞ്ഞു പറയാ. അത് ഞാൻ കഴിക്കാം. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ ഗംഭീരായി. ഇനി പോകുമ്പോ അമ്മയ്ക്കും അച്ഛനും ഒരു ഞണ്ട് പാർസൽ മേടിച്ചോണ്ട് പോണം. അത് അവിടെ പാക്ക് ചെയ്ത് തരില്ലേ വേണ്ടു. ആരും കാണാല്ലേ. ഞണ്ട് തിന്നാനായിട്ട് ഭയങ്കര ക്ഷമ വേണം. പിന്നെ ഭയങ്കര സ്കില്ലും വേണം. കുഞ്ഞും സാധാരണ 2 കൈയൊക്കെ ഉപയോഗിച്ചിട്ടാ തിന്നാറ്. ഇന്ന് അവൾ ആ കൈ തൊട്ടിട്ടില്ല. 2 പത്രം കലിയുണ്ട്. പക്ഷെ കില്ലാടി കുഞ്ഞു, കില്ലാടി. ചേട്ടനും ഉപയോഗിച്ചു, ചേച്ചി ഉപയോഗിച്ചു ചെറുതായിട്ട്. ഞാൻ പ്രാക്ടീസിങ്ങില്ല, ഒരു കയ്യിൽ അങ്ങനെ ഞണ്ട്. അതെ, ഞാൻ ആകെ ഈ ഒരു പീസ് മാത്രാട്ടോ ഞാൻ എടുത്തുള്ളൂ. പിന്നെ ഒരു കാലും ബാക്കി. അപ്പോഴേക്കും ഞാൻ 2 ഫോൺ വിളിച്ച് വരുമ്പോഴേക്കും പാത്രം കാലിയാവാനായിട്ടുണ്ടായിരുന്നു. ഈ 2 എണ്ണം, ഇതൊരെണ്ണം വലിയ വയറും കുഞ്ഞു വയറും നിറഞ്ഞു. അഞ്ഞു വല്ലതും വേണോ? ഇനിയൊന്നും വേണ്ടെന്നാ പറയണേ. നമുക്ക് പതുക്കെ ഒരു പാഴ്സൽ മേടിച്ചിട്ട് കൊണ്ടുപോവാം. എഴുന്നിട്ടില്ല, ഭക്ഷണം ഇവിടെ വരെ നിന്നതോ. അപ്പൊ അവര് എഴുന്നിട്ട് നിൽക്കാ താഴേക്ക് വരെ. അല്ലല്ല, അതിനുള്ള ഭക്ഷണം ശരിയാ. കുഞ്ഞുവിന്റെ എന്തിനാ കുഞ്ഞൊന്നുകൂടി പറഞ്ഞേ? എവിടെ? ഈ ഭാഗത്തില്ലേ? അപ്പുറ സൈഡ് മാത്രം വന്നിട്ടുള്ളോ? സാധാരണ പറയണത് ഡോക്ടർമാരൊക്കെ നമ്മുടെ ഈ കൈ ചുരുട്ടി പിടിച്ച എത്ര ഉണ്ടാവും അത്രേ ഉള്ളൂ നമ്മുടെ വയറെന്നാ. ഈ കൈ ഒരു 10 പ്രാവശ്യം ചുരുട്ടി പിടിച്ച പോണത് ഇപ്പൊ ഭാഗത്തേക്ക് പോയി. എന്നിട്ട് പറയാം ഒരു സൈഡ് പറഞ്ഞിട്ടുള്ളൂ, ഒരു സൈഡും കൂടി ഉണ്ട്. ഒരു ചേട്ടനും അല്ലെങ്കിൽ ഒരു ചേച്ചിയോ ഉള്ളത് എന്തൊരു സുഖല്ലേ. ചേച്ചി ഉണ്ടെങ്കിൽ, അതും ജോലിക്ക് പോണ ചേച്ചിയും ചേട്ടനൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്ത് സുഖമുള്ള ജീവിതം അല്ലേ. ഈ അനിയനോ അനിയത്തിക്കോ ഒക്കെ നോക്ക്, വാച്ചൻ്റെത്, മോതിരം എൻ്റെത്, ഞാൻ വാങ്ങിക്കൊടുത്ത ഡ്രസ്സ്, എൻ്റെ മേക്കപ്പ് സാധനങ്ങൾ, തലയിലിരിക്കുന്ന ക്ലിപ്പ് ഞാൻ മേടിച്ചത്. എന്ത് സുഖ ജീവിതമാണ് എൻ്റെ കുഞ്ഞുവിൻ്റെ അല്ലേ. എന്നെ പാൻറ്റും ചേച്ചി മേടിച്ചത്, ചെരുപ്പും ചേച്ചി മേടിച്ചത്. ശരീരം മാത്രം അവൾക്ക് സ്വന്തം. ഇതേ കഴിക്കണ ഭക്ഷണം പോലും ചേച്ചി മേടിച്ചു കൊടുക്കണ ഭക്ഷണം. പണ്ടേ അച്ഛൻ ഗൾഫിലായ കാരണം എനിക്കും ഇവനുണ്ടല്ലോ സ്കൂളിൽ നിന്ന് ഒരു ട്രിപ്പ് പോകണമെന്നുണ്ടെങ്കിൽ വെല്ലിശൻ്റെ മക്കളോടൊക്കെ നമ്മൾ മുന്നേ പറഞ്ഞു വെക്കണം, കൊണ്ടുവരണം എന്ന്. ഇപ്പൊ എന്താ കുഞ്ഞുവിന്, എനിക്ക് അങ്ങോട്ട് പോകണം ചേട്ടാ, അങ്ങോട്ട് പോകണം. അപ്പൊ ചേട്ടൻ കാറിലാണോ ബൈക്കിലാണോ കൊണ്ടാക്കട്ടെ? ലൈഫ് ഞാനൊക്കെ ചെറുതില് രാത്രി കൊണ്ടുവരണ്ടേ, അല്ലെങ്കിൽ കൊണ്ടുവരണം, കൊണ്ടുവരണം എന്നുള്ള ഒരു ഇതില് മറ്റേ ആനിവേഴ്സറിന്റെ
പ്രോഗ്രാംസ് ഒക്കെ ഇല്ലേ, അതിലൊക്കെ പങ്കെടുക്കാണ്ടിരുന്നുണ്ട് കുറേ എണ്ണത്തിലൊക്കെ. അപ്പോൾ കഴിഞ്ഞു, യുദ്ധം ഒക്കെ കഴിഞ്ഞു. നമ്മൾ പാത്രമെല്ലാം കാലിയാക്കി, കുഞ്ഞൊക്കെ കൈ കഴുകി വന്നിരുന്നപ്പോൾ എനിക്ക് ഇനി കൈ കഴുകണം. ഞാനൊന്ന് പോയി കൈ കഴുകട്ടെ. അപ്പോൾ കൈ കഴുകി കഴിഞ്ഞാൽ ഉണ്ണിയോട്ടം ബില്ല് കൊടുത്താൽ നമുക്ക് പോവാം. അപ്പോൾ ഇതാ അമ്മയ്ക്കും അച്ഛനുമുള്ള 2 പാഴ്സലൊക്കെ മേടിച്ചിട്ട് നമ്മൾ നമ്മുടെ കുട്ടപ്പൻ്റെ കൂടെ വീട്ടിലേക്ക് പോവാ. തണലത്തിരുന്നോണ്ട് വലിയ കലാപല്ലേ, ചെറുതായിട്ട് ചൂടുണ്ട്. പിന്നെ ഇപ്പൊ ഭയങ്കര ചൂടല്ലേ. നിങ്ങൾക്ക് ഞാനേ ഭയങ്കര രസമുള്ള ഒരു കാഴ്ച കാണിച്ചു തരാം. ഭയങ്കര രസം എന്ന് വെച്ചാൽ ഭയങ്കര രസം. എൻ്റെ ബാക്കില് കുറച്ച് ആൾക്കാരുണ്ട്, അവരെ ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം കേട്ടോ. ഞങ്ങളിങ്ങനെ കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ആ ഒരു കാഴ്ച കാണാനായിട്ട് ഇടയായത്. ഞാനും അജീഷാനും ഇത് മുന്നേ കണ്ടിട്ട് ഇവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവരെ കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ എനിക്കന്ന് ഇവരെ കാണാൻ പറ്റിയില്ല. പക്ഷെ ഇന്ന് എനിക്ക് കാണാൻ പറ്റി. അതും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് കേട്ടോ. നോക്കത് പോണോക്ക്. അജ്ജോ ഹായ്. പോണു. ഇത് കാണുന്നത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല. ഞാനിത് മുന്നേ ഇത് എക്സ്പെക്ട് ചെയ്ത് ഞാൻ വന്നിട്ടുണ്ട്, പക്ഷെ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഇത് അടിപൊളി കേട്ടോ. കാണിക്കേ. അത് നമ്മളടുത്തേക്ക് വരുമ്പോഴേക്കും എല്ലാം ഇറങ്ങണതാണ് പെടേ. കണ്ട, നമ്മളടുത്തേക്ക് വരുമ്പോ അത് പോണോക്കെ. ഇതിനൊരു ഗാർഡിയനുണ്ട്, അവിടെ കിടന്നുണ്ടോ. അപ്പൊ ഇവര് പോവില്ലേ? കുറച്ചുകൂടെ അടുത്തേക്ക് വന്നാൽ അത് പോണത് കിട്ടും. അതെ, അങ്ങോട്ട് പോണ്. വിളിച്ചെണീപ്പിക്കാണോ? ആ ഒരു കൂട്ടം മാത്രമായിട്ട് പോണ്. ഇത് മറ്റേ സീനറിയിലൊക്കെ കാണാൻ പോലെ ഇവര് തുഴയുണ്ടാ അവിടെ അറ്റത്തൊക്കെ പറഞ്ഞ. അപ്പൊ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് താറാക്കൂട്ടങ്ങളെയൊക്കെ കണ്ടു. ഇനിയിപ്പോ പ്രത്യേകിച്ചൊന്നും ഞാൻ ഇനി ഷൂട്ട് ചെയ്യണില്ല. അപ്പൊ ഈ വ്ളോഗ് ഞാൻ ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാണ്. ഇനി നമ്മൾ നേരെ വീട്ടിലോട്ടാണ് പോണത് കേട്ടാ. വൈൻഡപ്പ് ചെയ്ത് വീട്ടിലേക്ക് പോവാൻ നിൽക്കായിരുന്നു. അപ്പോഴാണ് ഇവിടെ പുല്ലൂര് ഭാഗത്ത് സൂര്യകാന്തിൻ്റെ വളരെ കുറച്ച് പൂക്കളുണ്ടെന്ന് ഒരു പാടം പോലെ, പാടം എന്നൊന്നും പറയാനില്ല, വളരെ കുറച്ചുള്ളൂ കേട്ടാ. അത് കാണാനായിട്ട് നമ്മൾ പോന്നതാ. നല്ല രസമില്ലേ കാണാൻ. ഞാൻ ആദ്യമായിട്ടാട്ടാ സൂര്യകാന്തി കാണുന്നത്. വളരെ കുറച്ച് സൂര്യകാന്തി ഉള്ളൂ. ഞാൻ പോവും, നീ മിണ്ടിയില്ലല്ലോ. അവൾ ഉറങ്ങാൻ പോവാ. അതെ, സെറ്റ് ചെയ്തു തലോണയൊക്കെ.
അടിപൊളി. അപ്പൊ നമ്മുടെ ഈ ഒരു വ്ളോഗ്, ചെറിയൊരു വ്ളോഗ്, ഷൂട്ടിങ്ങിന്റെ കാര്യങ്ങളും ക്ലിപ്പിങ്സ് ഒന്നും വലിയ കാര്യമായിട്ടൊന്നും കിട്ടിയിട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ചെറുതായിട്ട് നമ്മുടെ ഒരു കുഞ്ഞൊരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ്, അല്ല ക്വാർട്ടർ ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കൊറിയർ റിട്ടേൺ കൊടുക്കാണ്ടായിരുന്നു. അപ്പൊ ആ ചേട്ടൻ വിളിച്ചപ്പോ ഞാന് അത് എടുത്തു വെച്ചിട്ടുണ്ട് എല്ലാം, പക്ഷെ താഴേക്ക് ഇറക്കി വെക്കാനായിട്ട് മറന്നുപോയി. അപ്പൊ ചേച്ചിനെ വിളിച്ചപ്പോൾ കിട്ടിയില്ല. അപ്പൊ ഞാൻ അപ്പുറത്തെ വീട്ടിലത്തെ ചേച്ചിനെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനിയിപ്പോ ആ ചേച്ചി കൊടുത്തോ ഇല്ലയോ എന്നറിയില്ല. അപ്പൊ അതെന്തെങ്കിലും ആവട്ടെ. അപ്പൊ നമ്മുടെ ഈ കുഞ്ഞു വ്ളോഗ് ഞാൻ ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഈ വ്ളോഗ് ആർക്കെങ്കിലും ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഈ വീഡിയോ എല്ലാവർക്കും അയച്ചും കൊടുക്കുക, ലൈക്ക് ചെയ്യുക കേട്ടോ, ഷെയർ ചെയ്യുക. അപ്പൊ ബൈ ബൈ. എവിടെ ബൈ? അയ്യോ, ആ ബൈ. എടാ ബൈ ബൈ. അപ്പൊ ശരി.